ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന 2 പ്രദക്ഷിണങ്ങൾ 9-ാം ദിവസമായ 25-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും 10-ാം ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 മുല്ലപ്പൂ രഥത്തിൽ അലങ്കരിച്ച മാതാവിന്റെ ചരിത്രപ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് 10,000ങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം. പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായി എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് വാഹന പ്രചരണ ജാഥ നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യുവും ജില്ലാ പ്രസിഡന്റ് KJ ജോസഫിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ യാത്ര 2025 ഒക്ടോബർ 22 ബുധനാഴ്ച വൈകിട്ട് 5:30 തോപ്പുംപടി ഹാർബർ പാലത്തിനു സമീപം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ രാജ്യത്ത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയാവുന്ന ഒരവസ്ഥ സംജാതമാക്കിയെടുക്കാൻ ഭക്ഷ്യോൽപ്പന്നങ്ങൾ അവിടെ ഈ FCI ഗോഡൌണുകളിൽ കൊണ്ടുവന്ന് സംഭരിച്ചു വച്ച് ഇന്ത്യയിലെമ്പാടും വിതരണം നടത്താനുള്ള ശേഷി ഈ രാജ്യത്തുണ്ടായത് കോൺഗ്രസ് ഭരിച്ച സർക്കാരുകളുടെ കാലഘട്ടത്തിലാണ്. നമ്മുടെ 2ാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത്. ഭക്ഷ്യോൽപാദന രംഗത്ത് രാജ്യം സ്വയം പര്യാപ്തമായി ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അതിലൂടെ നമ്മൾക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞത് നമ്മൾ ഭരിച്ച കാലഘട്ടത്തിലൂടെയാണ്. പക്ഷേ ഇന്ന് ആ കർഷകരെല്ലാം കിതപ്പുകൾ നടത്തി അവരുടെ ഉണ്ടായിരുന്ന എല്ലാ ശേഷികളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ വരുമാനം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് കർഷക കോൺഗ്രസിന്റെ കടമയാണ്, കർത്തവ്യമാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കർഷക സമൂഹത്തിന്റെ അത് റബ്ബർ കർഷകരാവട്ടെ, നെൽ കർഷകരാവട്ടെ, നാളികേര കർഷകരാവട്ടെ, ഏത് മേഖലയിലുള്ള കർഷകരെ എടുത്ത് പരിശോധിച്ചാലും ഈ ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഇലക്ഷനിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ അവ ഒന്നുപോലും പാലിക്കാതെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എറണാകുളത്ത് ഞാൻ നിൽക്കുമ്പോൾ റബ്ബറിനെ കുറിച്ച് പരാമർശിക്കാതെ കടന്നു പോവാൻ സാധിക്കുകയില്ല. റബ്ബർ കേരളത്തിൽ ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു ധാന്യവിളയാണ്. ആ റബ്ബറിന്റെ മേഖല റബ്ബറിന് വില തകർന്നപ്പോൾ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, നെല്ലിന്റെ താങ്ങുവില കിലോഗ്രാമിന് 45 രൂപയായി ഉയർത്തുക, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക, റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഇൻസെന്റീവ് ബോണസ് നൽകുക, കർഷക പെൻഷൻ പ്രതിമാസം 5000 രൂപയായി വർദ്ധിപ്പിക്കുക, കാർഷിക കടങ്ങളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കുക, ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് സഹായധനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുവാനോ അവിടെ താമസിക്കുവാനോ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം എല്ലാ കർഷകരെയും കേരളത്തിലെ പ്രബുദ്ധായ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമര പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയാണ്. പക്ഷെ ഈ സമരങ്ങളെ കണ്ടിട്ടും കണ്ണു തുറക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് മനുഷ്യകുലത്തിന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് കർഷകരാണ് ഒരു നാടിന്റെ നട്ടെല്ല് എന്ന് എല്ലാവരും പറയുന്നത്. മണ്ണിൽ നെല്ലും ഗോതമ്പും മറ്റ് ധാന്യങ്ങളും വിളപ്പിക്കാൻ കർഷകർ മുന്നോട്ട് വന്നില്ലെങ്കിൽ. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.